കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. കല്യാണം ഏത് ദിവസമാകണമെന്നും ഏത് സമയത്താവണമെന്നും പുതിയാപ്പിള എപ്പോൾ വരണമെന്നും പുതിയണ്ണ എപ്പോൾ വരണമെന്നും എങ്ങനെ വരണമെന്നൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ ഇന്ന് കാരണവന്മാർക്ക് യാതൊരു റോളുമില്ല. കാരണവന്മാരും നമ്മളൊക്കെ ഒരുമിച്ച് കൂടും. ദിവസം ഓഡിറ്റോറിയത്തിന്റെ സൗകര്യമനുസരിച്ച് തീരുമാനമായിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അവർ തീരുമാനമായിട്ടുണ്ട്. നമുക്കെന്താ പണി? അൽ ഫാത്തിഹ പൊറാട്ട, ഫാത്തിഹ പൊറാട്ട എന്ന പേര്. ഇതല്ലാതെ കാരണവന്മാർക്കോ പണ്ഡിതന്മാർക്കോ ആ വിഷയത്തിൽ യാതൊരു റോളുമില്ല എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹറാം പറഞ്ഞ മക്കൾ ധാരാളം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള മക്കൾ ആവാതിരിക്കാൻ, നമ്മളെ മക്കൾ ആവാതിരിക്കാൻ, നമ്മുടെ പേരക്കുട്ടികൾ സ്വാലിഹീങ്ങളാവാൻ തീർച്ചയായും ഇതുപോലെയുള്ള സദസ്സുകളിലും അനന്തര കാര്യങ്ങളിലും ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ കർക്കശമായ സ്വഭാവത്തിൽ പാലിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലെ കുടുംബങ്ങൾക്ക്, കാരണവന്മാർക്ക് വീടുകളിൽ, അവരവന്റെ വീടുകളിൽ പോലും റോളില്ലാത്ത ഒരു കാലഘട്ടമാണ്. മക്കൾ പറയുന്നതനുസരിച്ച്, മരുമക്കൾ പറയുന്നതിനനുസരിച്ച്, പേരക്കുട്ടികൾ പറയുന്നതിനനുസരിച്ച് കാരണവർ കുടുംബനാഥൻ നിന്നുകൊടുക്കുകയല്ലാതെ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെയാകുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുകയല്ല. നമ്മൾ ഓരോരുത്തരും കാരണവന്മാരായി നിൽക്കണം, പണ്ഡിതന്മാർ പണ്ഡിതന്മാരായി നിൽക്കണം, കുടുംബനാഥന്മാരായി നിൽക്കണം. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് നിൽക്കുകയും ആ സ്ഥാനങ്ങൾ വകവെച്ച് നിൽക്കുകയും ചെയ്യുമ്പോഴാണ്